ഹലോ, ഗുഡ് മോർണിംഗ് ടെന്നീസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു. ലിസ്റ്റ് കണ്ടുകൊണ്ട് ഓടിക്കുക, അത് എന്നിട്ട് എങ്ങനെയാണ് മെഷർ ചെയ്യുക എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇനി ഈ നമുക്ക് മെഷർ ചെയ്യാനുള്ള ആംഗിൾ രണ്ടെണ്ണമാണ്. ഒന്ന് ഹൊറിസോണ്ടൽ ആംഗിളും രണ്ട് വെർട്ടിക്കൽ ആംഗിളും. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം ഹൊറിസോണ്ടൽ ആംഗിൾ മെഷർ ചെയ്യുന്നതാണ് പറഞ്ഞു. അതിൽ ഹൊറിസോണ്ടൽ ആംഗിൾ തന്നെ നമ്മൾ ഒരു 2-3 വിധത്തിൽ മെഷർ ചെയ്യുന്നുണ്ട്, മെത്തേഡുകൾ. അപ്പോൾ ആ 3 മെത്തേഡുകൾ ഇന്ന് നമുക്ക് ഈ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. അതിൽ ഓർഡിനറി മെത്തേഡ് ആണ് ആദ്യം നമുക്ക് പറയാനുള്ളത്. ഓർഡിനറി മെത്തേഡ് സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്. പ്രിസിഷൻ നമ്മളെ ഇൻസ്ട്രുമെൻ്റൽ എറർ ഒന്നും കൺസിഡർ ചെയ്യാതെ നമ്മൾ എടുക്കുന്ന സാധാരണ ഒരു മെത്തേഡാണ്. അപ്പോൾ അതിലേക്ക് പോകാം. നമുക്ക് എങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുക എന്നുള്ളതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഈ ഫിഗർ ഒന്ന് പരമാവധി വലുതാക്കിയിട്ടുണ്ട്. ഇതിൽ ഞാൻ നിങ്ങളെ നോട്ട്സ് ഒന്നും നോക്കുന്നില്ല, ഞാൻ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തരാണ്. നമ്മൾ ഇൻസ്ട്രുമെൻ്റ് എങ്ങനെ ചെയ്യണം, ഇതിൽ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതൊക്കെ വായിച്ച് നിങ്ങൾ അതിനെക്കാളുന്നല്ല ഞാൻ കൃത്യമായിട്ടാണ് പറഞ്ഞത്, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇപ്പോൾ PQ എന്നുള്ള 2 പോയിന്റ്, O എന്നുള്ളത് ഇൻസ്ട്രുമെന്റൈസേഷൻ. ഇങ്ങനെയുള്ള ഈ ആംഗിൾ, അതായത് ഇപ്പോൾ ഞാനിപ്പോൾ ഈ ആരോസ് കാണുന്നുണ്ട്, ഈ ആംഗിൾ നമുക്ക് എന്ത് ചെയ്യണം, മെഷർ ചെയ്യണം. അപ്പോൾ ഇത് മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്ട്രുമെന്റൈസേഷൻ O എന്നുള്ളതിൽ ഇൻസ്ട്രുമെന്റ് ഫിക്സ് ചെയ്യാം. എന്നിട്ട് ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ്സ് ഞാൻ പറഞ്ഞ ലെവലിങ്, സെൻറ്ററിങ്, ഫോക്കസിങ് എല്ലാ കാര്യങ്ങളും ചെയ്ത് വളരെ കൃത്യമാക്കിയിട്ട് സെൻറ്ററിങ് ഒക്കെ ചെയ്ത് നല്ല ക്ലിയർ ആയിരിക്കണം. ആ ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാം. എന്നതിന് ശേഷം നമ്മൾ ഇൻസ്ട്രുമെന്റിൽ മെയിൻ സ്കെയിൽ ഡിവിഷനും വെർനിയർ സ്കെയിൽ ഡിവിഷനും 0ൽ കോയിൻസൈഡ് ചെയ്യിക്കാം. 0ൽ കോയിൻസൈഡ് ചെയ്യിച്ചു കഴിഞ്ഞാൽ അപ്പർ ക്ലാമ്പ് സ്ക്രൂ ഉണ്ടല്ലോ, അത് ടൈറ്റ് ചെയ്യാം. അത് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പം നമ്മൾ വെർനിയറിലുള്ള 0യും പിന്നെ മെയിൻ സ്കെയിലുള്ള 0യും കോയിൻസൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കോയിൻസൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറും കൈ ഉപയോഗിക്കരുത്. പിന്നെ നിങ്ങളെന്ത് ചെയ്യാം, അപ്പർ ക്ലാമ്പ് സ്ക്രൂ ലൂസ് ചെയ്യുക. എന്നിട്ട് പിന്നെ അപ്രോക്സിമേറ്റ് 0ൻ്റെ അടുത്ത് കൊണ്ടുവയ്ക്കുക. നമുക്ക് കൃത്യമായിട്ട് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അപ്രോക്സിമേറ്റ് 0ൽ കോയിൻസൈഡ് ചെയ്തതിന് ശേഷം ടൈറ്റ് ചെയ്യുക, ഏത് അപ്പർ ക്ലാമ്പ്. എന്നതിന് ശേഷം അതിൻ്റെ ടാൻജൻറ്റ് സ്ക്രൂ തിരിച്ചിട്ട് അത് തിരിച്ചു കഴിഞ്ഞാൽ പിന്നെ കറക്റ്റായിട്ട് നമുക്ക് 0ൽ കോയിൻസൈഡ് ചെയ്യാൻ കഴിയും. അങ്ങനെയും ചെയ്യണം. അതൊന്നും ഇപ്പോൾ ഇതിൽ പറയുന്നില്ല, ഞാൻ പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ അങ്ങനെ പ്രാക്ടിക്കലായിട്ട് കുറേ വശങ്ങൾ നമ്മൾ ഇതിലുപരി ഉണ്ട് കേട്ടോ, എന്നാലും ഞാൻ പറയാമെന്നുള്ളൂ. അപ്പോൾ ഓക്കെ, ഇപ്പോൾ നമ്മൾ 0ൽ കോയിൻസൈഡ് ചെയ്തു. ഞാൻ ഇപ്പം അങ്ങനെ പറഞ്ഞു പോവാണ്. ഇനി പ്രാക്ടിക്കലി നമുക്ക് ചെയ്യുമ്പോൾ അങ്ങനെ നോക്കാം. അപ്പോൾ 0ൽ കോയിൻസൈഡ് ചെയ്തു. ഇനി നമ്മൾ പിന്നെ Pയിലേക്ക് സൈറ്റ് ചെയ്യാം. Pയിലേക്ക് സൈറ്റ് ചെയ്തിട്ട് പിന്നെ കൃത്യമായിട്ട് Pനെ കോയിൻസൈഡ് ചെയ്യിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ലോവർ സ്ക്രൂ ടൈറ്റ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ടാൻജൻറ്റ് ലോവർ സ്ക്രൂ ടൈറ്റ് ചെയ്യുക. അതിൻ്റെ ടാൻജൻറ്റ് വെച്ചിട്ട് കറക്റ്റായിട്ട് ടാൻജൻറ്റ് സ്ക്രൂ തിരിച്ചാൽ നമുക്ക് Pനെ കോയിൻസൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഇപ്പോൾ കറക്റ്റായിട്ട് ഇതിലൂടെ നോക്കിയാൽ P കാണുന്നുണ്ട്. ഇപ്പോൾ നമ്മളെ വെർനിയറിലെ റീഡിങ് 0 ആണ്. ഇപ്പോൾ നമ്മളെ ഫേസ് ലെഫ്റ്റിലാണ്, അതായത് വെർട്ടിക്കൽ സർക്കിൾ നമ്മളെ ഇടതുവശത്താണുള്ളത്. അതോടെ അങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. 2 റീഡിങ്ങും വേണം. അപ്പോൾ ആദ്യം വെർട്ടിക്കൽ സർക്കിൾ ലെഫ്റ്റിലാക്കിയിട്ട് ചെയ്തു. ഇനി നമ്മൾ നേരെ അപ്പർ ക്ലാമ്പ് ലൂസ് ചെയ്യാം. എന്നിട്ട് ടേൺ ദ ടെലസ്കോപ്പ് ടുവാർഡ്സ് ക്യൂയിലേക്ക് ഒന്ന് തിരിച്ചു കൊടുക്കുക. ക്യൂ ഇങ്ങനെ ജസ്റ്റ് കാണുള്ളൂ. പറഞ്ഞു മനസ്സിലായില്ലേ? ക്യൂ ഏതാണ്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അപ്പർ ക്ലാമ്പ് ടൈറ്റ് ചെയ്യുക. ഇനി ഇത് കൃത്യമായിട്ട് നമ്മൾ കോയിൻസൈഡ് ചെയ്യാൻ നമുക്ക് ഒരിക്കലും കൈകൊണ്ട് കഴിയില്ല. അതിനാണ് നമ്മൾ അപ്പർ ടാൻജൻറ്റ് സ്ക്രൂ, പിന്നെ അത് ടൈറ്റ് ചെയ്തതിന് ശേഷം കേട്ടോ, അത് ശ്രദ്ധിക്കണം, ടൈറ്റ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ക്യൂ നമുക്ക് കൃത്യമായിട്ട് കാണാം, അപ്രോക്സിമേറ്റ് എടുത്തിട്ടുള്ളൂ. ബാക്കി കറക്റ്റായിട്ട് കോയിൻസൈഡ് ചെയ്യണമെങ്കിൽ അപ്പറിൻ്റെ ടാൻജൻറ്റ് സ്ക്രൂ തിരിച്ചു കൊടുക്കുക. തിരിച്ച് കൊടുത്താൽ കറക്റ്റായിട്ട് നമ്മൾ വളരെ സ്ലോ മൂവ്മെൻറ്റിൽ നമുക്ക് ക്യൂവിൽ കോയിൻസൈഡ് ചെയ്യാൻ കഴിയും. ഓക്കെ, ഇതാണ് സ്റ്റെപ്പ്. ഇത് ഇനിയിപ്പോൾ എല്ലാവരും ഞാൻ പറഞ്ഞിട്ടില്ല, ഇതിൽ ആദ്യത്തേതായതുകൊണ്ട് പറഞ്ഞത്. ഇങ്ങനെയാണ് നമ്മൾ സ്റ്റെപ്പ് ഓരോന്നിലും ചെയ്യേണ്ടത്. അപ്പോൾ അപ്പർ ടാൻജൻറ്റ് ക്ലിയർ ആയിട്ട് നമ്മൾ ടേൺ ചെയ്ത് ക്യൂവിൽ കറക്റ്റായിട്ട് നമ്മളെ ക്രോസ് ഹെയർ ബൈസെക്ട് ചെയ്തു. ഇപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഇനി നമ്മളെ വെർനിയർ എയിലുള്ള റീഡിങ് നോക്കുക. എയിലെ റീഡിങ് ഉണ്ടാവും.
അപ്പോൾ കിട്ടുന്ന റീഡിങ് എത്ര വെച്ചാൽ അപ്പോൾ അപ്രോക്സിമേറ്റ് 30 ഡിഗ്രി ആണെങ്കിൽ 30 ഡിഗ്രി ഉണ്ടാവും. ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് ബിയിലും ഉണ്ടാവും റീഡിങ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെയും ബിൻ്റെയും റീഡിങ് 360 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലത്തെ റീഡിങ് പുറത്തും കിട്ടും. വേണമെങ്കിൽ എൻ്റെയും ബിൻ്റെയും ആവറേജ് എടുക്കാം. അക്യുറസി വർക്കാണെന്നുണ്ടെങ്കിൽ എയിലും ബിയിലും കിട്ടുന്ന റീഡിങ്ങിൻ്റെ 360 മൈനസ് ചെയ്ത് ബാക്കിയുള്ള റീഡിങ് എടുത്തിട്ട് നമുക്ക് അതിൻ്റെ ആവറേജ് ആയിട്ട് ഇതിനെടുക്കാം. ഇപ്പം നമുക്കൊരു റീഡിങ് എയിലും ബിയിലും ആവറേജ് കിട്ടിയ റീഡിങ് നമ്മളെ കയ്യിലുണ്ടാവും. ഇപ്പോൾ സപ്പോസ് ഇത് നിങ്ങൾക്ക് 30 ഡിഗ്രി 40 മിനിറ്റ് 20 സെക്കൻഡാണ് കിട്ടിയ വിചാരിച്ചോളൂ. 30 ഡിഗ്രി അത് നമ്മളിവിടെ എഴുതി വയ്ക്കാം. ഇത് ഫേസ് ലെഫ്റ്റ് റീഡിങ്ങിൻ്റെ കോളാണ്. ആ കോള ഞാൻ കാണിച്ചു തരാം. നമുക്കൊരു ടാബുലർ ഫോം ഉണ്ട്. അപ്പോൾ ആ ടാബുലർ ഫോമിൽ നമ്മളിങ്ങനെ എഴുതിയാൽ മതി കിട്ടുന്നത് ഓട്ടോമാറ്റിക്കലി. വേറൊന്നും പ്രശ്നമൊന്നുമില്ല. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ നമ്മൾ റീഡിങ് കിട്ടിയല്ലോ, വീണ്ടും നമ്മൾ ഇതിനെ ഫേസ് ചേഞ്ച് ചെയ്യുക. എന്നുവെച്ചാൽ എന്താ ചെയ്യുക, ടെലസ്കോപ്പ് ട്രാൻസിറ്റ് ചെയ്യുക, സ്വിങ് ചെയ്യുക. ഇപ്പം നമ്മളെ വെർട്ടിക്കൽ സർക്കിൾ റൈറ്റ് സൈഡിലായി തിയോഡലൈറ്റിൻ്റെ. ഇനി നമ്മൾ എന്താ ചെയ്യാന്ന് അറിയോ, വീണ്ടും 0 കോയിൻസൈഡ് ചെയ്യുക. മറ്റേത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, ആദ്യം പറഞ്ഞ അതേ സ്റ്റെപ്പ് ഫോളോ ചെയ്യുക കേട്ടോ. നല്ല രീതിയിൽ കോയിൻസൈഡ് ചെയ്യുക, 0യിൽ കോയിൻസൈഡ് ചെയ്യുക. വീണ്ടും പിയിലേക്ക് നോക്കുക. പിയിലേക്ക് നോക്കിയിട്ട് കറക്റ്റായിട്ട് ടാൻജൻറ്റ് സ്ക്രൂ ഉപയോഗിച്ചിട്ട് സെറ്റ് ചെയ്യുക. ഇപ്പം നമ്മളെ റീഡിങ് 0 ആണ്. പക്ഷേ എന്താ മാറ്റം, അടുത്ത ഫേസ് ലെഫ്റ്റ് ആണെങ്കിൽ ഇപ്പോൾ ഫേസ് റൈറ്റ് ആണ്. ദെൻ അപ്പർ ക്ലാമ്പ് ലൂസ് ചെയ്യുക. അഗൈൻ ടേൺ ദ ടെലസ്കോപ്പ് ടുവാർഡ്സ് ക്യൂയിലേക്ക് നോക്കുക. അപ്പം നേരത്തെ പറഞ്ഞ മാതിരി നമുക്ക് റീഡിങ് കിട്ടും. ഏതാണ്ട് അപ്രോക്സിമേറ്റ് അതിൻ്റെ അതേ നല്ല ഇൻസ്ട്രുമെൻ്റ് ആണെങ്കിൽ അതേ റീഡിങ് തന്നെയാവും കിട്ടുക. റീഡിങ് ചിലപ്പോൾ ഇൻസ്ട്രുമെൻറ്റിൽ എറർ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് റീഡിങ് ചെറിയ മാറ്റം വരാം. അപ്പോൾ ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ റീഡിങ് നിങ്ങൾ എയിലും ബിയിലും നേരത്തെ മാതിരി 360 മൈനസ് ചെയ്ത് ബാക്കിയുള്ള കിട്ടുന്ന റീഡിങ് രണ്ടിനും ആവറേജ് എടുക്കുക. ആവറേജ് എടുത്തതിൻ്റെ ശേഷം പിന്നെ ആദ്യം നമ്മൾ ഫേസ് ലെഫ്റ്റ് റീഡിങ്ങുകൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ഈ ഫേസ് റൈറ്റ് റീഡിങ്ങിൻ്റെ വീണ്ടും ഒരു ആവറേജ് എടുക്കുക. ഈ രണ്ടിൻ്റെ ആവറേജ് ആയിരിക്കും എക്സാക്റ്റ് അതിൻ്റെ ഹൊറിസോണ്ടൽ ആംഗിൾ. ഇത്രയൊക്കെ ചെയ്യുന്നത് നമ്മൾ ഇൻസ്ട്രുമെൻ്റൽ എററും മറ്റുള്ളതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്ത് ഇപ്പം ഇങ്ങനെയൊക്കെ എന്തിനാണ് ചെയ്യുന്നത് ചോദിച്ചാൽ, ഞാൻ നമ്മൾ പെർമനൻ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് കുറച്ച് ഇൻസ്ട്രുമെൻ്റൽ എറർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഓർമ്മ ഉണ്ടോ? ആ കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അഡ്വാൻറ്റേജ് ഇതിലൊന്ന് പറയാം. ഇത് എക്സെൻട്രിസിറ്റി ഓഫ് ദി സ്പിൻഡിൽസിൻ്റെ എക്സെൻട്രിസിറ്റി എറർ ഉണ്ടെങ്കിൽ അത് ഒഴിവായി കിട്ടും. പിന്നെ എക്സെൻട്രിസിറ്റി ഓഫ് വേർണിയറിൻ്റെ എക്സെൻട്രിസിറ്റി പിന്നെ ഒഴിവായി കിട്ടും. എറർ ഉണ്ട് അത് രണ്ടും നമ്മൾ ഇങ്ങനെ ചെയ്യുകൊണ്ട് ഒഴിവായി കിട്ടും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ് കേട്ടോ. ഓർഡിനറി മെത്തേഡിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ് കാര്യം. അതൊക്കെ നിങ്ങൾ പഠിച്ചോളാം. പിന്നെ ഞാൻ പറഞ്ഞ ഈ വേർഡ്സുകളൊക്കെ ഞാൻ പറഞ്ഞ നേരത്തെ ആദ്യം പറഞ്ഞു കഴിഞ്ഞു. അതായത് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, അത് വീണ്ടും പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ക്ലാമ്പ് ചെയ്യുമ്പോൾ കെയർഫുള്ളായിട്ട് ചെയ്യണം. ടാൻജൻറ്റ് സ്ക്രൂ നമ്മൾ വേണ്ട രീതിയിൽ ഉപയോഗിക്കണം. ഇതൊക്കെയാണ് ഇപ്പോൾ ഇതിൽ പറയുന്നത്. ഡിഗ്രി മിനിറ്റ് സെക്കൻഡ്സ് മെഷർ ചെയ്യണം. വെർണിയറിലെ ഒക്കെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പോൾ അതിങ്ങനെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾക്ക് ക്ലാസ് കുറേ നേരം പോകും. പിന്നെ ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് തിരിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ അതിലുണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല, പറഞ്ഞു തന്നെയാണ്. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇതിലൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട് വളരെ ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പോൾ ഒരു മെത്തേഡ് നമ്മൾ പറഞ്ഞു, ഓർഡിനറി മെത്തേഡ്. ഇനി രണ്ടാമത്തെ മെത്തേഡ് മെഷറിങ് ഹൊറിസോണ്ടൽ ആംഗിൾ ബൈ റിപ്പീറ്റേഷൻ മെത്തേഡ്. അപ്പോൾ എന്തോ റിപ്പീറ്റേഷൻ നടക്കുന്നുണ്ടെന്ന് അതിൻ്റെ അർത്ഥം അല്ലേ. അപ്പോൾ അത് നോക്കാം, റിപ്പീറ്റേഷൻ മെത്തേഡിൽ എന്തൊക്കെയാണ് നടക്കുന്നത് നോക്കാം. ഇത് വളരെ എളുപ്പമുള്ളതാണ്, കുറച്ചുകൂടി നമുക്ക് അക്യുറസി കൂടും ഈ മെത്തേഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇത് എന്താണെന്നുള്ളത് ഒന്നുകൂടി നോക്കുകയാണ്. അതേ ഇൻസ്ട്രുമെൻറ്റ് സ്റ്റേഷൻ POQ എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെൻറ്റ് സ്റ്റേഷൻ. അപ്പോൾ നമ്മൾ ഇൻസ്ട്രുമെൻ്റ് ഇതിൽ ഫിക്സ് ചെയ്തു. ഇനി മറ്റുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. അതായത് ടെമ്പററി അഡ്ജസ്റ്റ്മെൻ്റ് എല്ലാം ചെയ്തു. പിന്നെ 0യിൽ കോയിൻസൈഡ് ചെയ്തു. 0യിൽ കോയിൻസൈഡ് ചെയ്യുന്ന മെത്തേഡൊക്കെ ഞാൻ പറഞ്ഞു. 0യിൽ കോയിൻസൈഡ് ചെയ്തിട്ട് നമ്മൾ പിയിലേക്ക് നോക്കി. അപ്പോൾ നമ്മളെ പിയിലേക്ക് കറക്റ്റായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്തു. ഇപ്പോൾ നമ്മളെ വെർണിയറിലെ മറ്റേ എയിലുള്ള റീഡിംഗ് എന്ന് പറഞ്ഞാൽ 0 ഡിഗ്രിയാണ്. ഇതിലൂടെ അങ്ങനെ നോക്കുമ്പോൾ നമുക്കിവിടെ കിട്ടി. എന്നാൽ വെർണിയറിലെ നമ്മൾ റീഡിങ് നോക്കുമ്പോൾ നമുക്കുള്ളത് പിന്നെ 0 ഡിഗ്രി. കാരണം ഇവിടെ നിങ്ങളുടെ മെഷർ ചെയ്ത് വരുന്നല്ലേ ഉള്ളൂ. അപ്പോൾ അവിടെ 0 ആയിരിക്കണം. അതൊക്കെ നോക്കിക്കോണം. അപ്പോൾ 0 ഡിഗ്രി കറക്റ്റാണ്. ഇനി അപ്പർ ക്ലാമ്പ് ലൂസ് ചെയ്തു. നമ്മൾ നേരിട്ട് ഇങ്ങോട്ട് ടേൺ ചെയ്തു, ക്യൂയിലേക്ക്. ടേൺ ദ ടെലസ്കോപ്പ് ടുവാർഡ്സ് ക്യൂ. ഈ സമയത്ത് നമുക്ക് കിട്ടിയ റീഡിങ് ഇവിടെ ഉണ്ട് 49 ഡിഗ്രി 57 മിനിറ്റ് 10 സെക്കൻഡ്. ഇതിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടേ തന്നതാണ്. അപ്പോൾ ഒന്നുകൂടി ഞാനൊന്ന് വലുതാക്കി മാക്സിമം വലുതാക്കി കാണിച്ചു തരാം. ഇതാ ആദ്യത്തേൽ നമ്മൾ 0 ഡിഗ്രി ആയിരുന്നു. ഇപ്പോൾ ടെലസ്കോപ്പ് ഇങ്ങനെ ഇങ്ങോട്ട് തിരിച്ചു, ക്യൂയിലേക്ക് തിരിച്ചപ്പോൾ നമുക്ക് കിട്ടി 49, 57, 10.
ഓക്കെ. ഇനി പിന്നെ ഇവിടെ നമുക്ക് ഇത് പിന്നെ റീഡിങ് കറക്റ്റായിരുന്നു. ഇപ്പോൾ ഈ റീഡിങ് നമ്മൾ എൻ്റർ ചെയ്യാം. എഗെയിൻ നമ്മൾ ഇത് ക്ലാമ്പ് ചെയ്യാം. ക്ലാമ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പർ ക്ലാമ്പ് ടൈറ്റ് ചെയ്യാം. പറഞ്ഞു മനസ്സിലായില്ലേ? അപ്പർ ക്ലാമ്പ് ടൈറ്റ് ചെയ്തിട്ട് പിന്നെ ലോവർ ക്ലാമ്പ് ലൂസ് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ 360 ഡിഗ്രി ഇങ്ങോട്ട് തിരിക്കുക. വീണ്ടും പിയിലേക്ക് തിരിക്കുക. അപ്പോൾ അതിലെ റീഡിങ് എത്രയാവും അറിയോ? അപ്പർ ക്ലാമ്പ് ടൈറ്റ് ചെയ്ത് പറഞ്ഞാൽ പിന്നെ റീഡിങ്ങിൽ ഇവിടെ മാറ്റം വരുന്നില്ല. ഇവിടെ അത്ര 49 ഡിഗ്രി 57 മിനിറ്റ് 10 സെക്കൻഡ് എന്നുള്ള അതേ റീഡിങ് നമ്മൾ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതേ റീഡിങ് ആയിരിക്കും വെർനിയറിലുള്ളത്. പിന്നെ നമ്മൾ ഇതിങ്ങോട്ട് തിരിക്കുന്നത് ലോവർ ക്ലാമ്പ് ലൂസ് ചെയ്തിട്ട്. അപ്പോൾ ലോവർ ക്ലാമ്പ് ലൂസ് ചെയ്യുമ്പോൾ ആ റീഡിങ്ങിന് ഒരു മാറ്റം ഉണ്ടാവില്ല. നമ്മൾ ഇങ്ങനെ തിരിച്ച് പിയിലേക്ക് വന്നപ്പോൾ നമുക്ക് കിട്ടിയ റീഡിങ് എത്രയെന്നറിയോ? പിന്നെ അതേ റീഡിങ് ആയിരിക്കും. അതേ റീഡിങ് എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? 49 ഡിഗ്രി 42 ഡിഗ്രി 57 ഡിഗ്രി 57 മിനിറ്റ് 10 മിനിറ്റ് ഇതന്നെ ആയിരിക്കും. കാരണം ലോവർ ക്ലാമ്പാണ് നമ്മൾ തിരിച്ച്. ഇപ്പോൾ ഇത്ര കിട്ടി. വീണ്ടും നമ്മൾ പിന്നെ അപ്പർ ക്ലാമ്പാണ് ഞാൻ പറയുന്ന ക്ലാമ്പ് ഏതാണെന്ന് ശ്രദ്ധിച്ചോണം. അപ്പർ ക്ലാമ്പ് തിരിക്കുമ്പോഴാണ് നമ്മളെ പിന്നെ ആംഗിൾ മെഷറിങ് ആവുക, മറ്റത് ആവില്ല. അപ്പോൾ അപ്പർ ക്ലാമ്പ് നമ്മൾ വീണ്ടും ലൂസ് ചെയ്തു. ടേൺ ദ ടെലസ്കോപ്പ് ടുവാർഡ്സ് ക്യൂലേക്ക് വീണ്ടും നോക്കി. അപ്പോൾ നേരത്തെ നമുക്ക് 49 ഡിഗ്രിയാണ് ഇവിടെ കിട്ടിയതെങ്കിൽ ഇവിടെ വീണ്ടും ഒരു 49 ഡിഗ്രി കൂടി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടി വരും. 97 57. പക്ഷെ ഇത് ഇരട്ടി വന്നോളണമെന്നില്ല. നല്ല പ്രിസിഷനുള്ള ഇൻസ്ട്രുമെൻ്റ് ആണ് ഇരട്ടിയൊക്കെ വരും, കറക്റ്റായിട്ട് വരും. അല്ല പ്രിസിഷൻ അല്ലെങ്കിൽ ചെറിയ വേരിയേഷൻസ് സെക്കൻഡിലോ പിന്നെ മിനിറ്റ്സിലൊക്കെ വരാം. ഇവിടെ ചെറിയ വേരിയേഷൻ തോന്നുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ കിട്ടിയത് രണ്ടാമത്തെ റീഡിങ് 98. ഇപ്പം നമ്മൾ രണ്ട് റിപ്പീറ്റേഷൻ നടത്തി. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു അറിയോ? പിന്നെ ഈ അപ്പർ ക്ലാമ്പ് ടൈറ്റ് ചെയ്തു, എന്നിട്ട് ലോവർ ക്ലാമ്പ് ലൂസ് ചെയ്തിട്ട് വീണ്ടും ഇതിനെങ്ങനെ തിരിച്ചു. ഇപ്പം ഇതിലുള്ള റീഡിങ് എന്ന് പറഞ്ഞാൽ 98 ഡിഗ്രി ഈ റീഡിങ് ആയി 98 57 ആവതിലുള്ള റീഡിങ് ഉണ്ടാവുക പിയിലേക്ക്. പിന്നെ അതായത് ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ കിട്ടുക കേട്ടോ. ഇതേ റീഡിങ് ആയിരിക്കും ഇവിടെ കിട്ടുക. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ റീഡിങ്ങിൻ്റെ ഇരട്ടി ഇതിൽ വന്നു. പിന്നെ മൂന്നാമത്തത് പിന്നെ ഒരു ആംഗിൾ കൂടി 3 പ്രാവശ്യം. അപ്പോൾ 98. ഇനി നമ്മൾ വീണ്ടും അപ്പർ ക്ലാമ്പ് ലൂസ് ചെയ്തു. ഇതിലൂടെ നേരെ ഇങ്ങോട്ട് ക്യൂലേക്ക് നോക്കി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇരട്ടിയല്ല, ഈ 49 കൂടി ഇതിൽ കൂട്ടി എത്ര കിട്ടുമെന്ന് വെച്ചാൽ 49 57 കൂടി കൂട്ടി എത്ര കിട്ടും വെച്ചാൽ ഏതാണ്ട് നിയറസ്റ്റ് ആയിട്ട് അത്ര വരും. അപ്പോൾ 147 56 50 ഇവിടെ കിട്ടി. പറഞ്ഞു മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ ഒരു ഇതിന് തന്നെ പിന്നെ ഓരോരോ ആംഗിൾ തന്നെ റിപ്പീറ്റ് ചെയ്ത് 3 റിപ്പീറ്റേഷൻ ഇവിടെ നടത്തി. ഇത് മിനിമം നമ്മൾ 3 റിപ്പീറ്റേഷൻ നടത്തുന്നതാണ് പറയാം. നല്ല പൊസിഷൻ വർക്കാണെങ്കിൽ 5 6 ഒക്കെ ചെയ്യണം എന്നാണ് പറയാം. ഇപ്പോൾ കിട്ടിയില്ലേ ഒരു റീഡിങ് കിട്ടിയില്ലേ 147 56 എന്നുള്ളത്. ഈ കിട്ടിയിരിക്കുന്ന റീഡിങ്ങിനെ നമ്മൾ എത്ര റിപ്പീറ്റേഷൻ എന്നാണ് എത്ര റിപ്പീറ്റേഷൻ നമ്മൾ ചെയ്തു വെച്ചാൽ അതുകൊണ്ടായിരിക്കുക. വേർ എൻ ഈസ് ദ നമ്പർ ഓഫ് റിപ്പീറ്റേഷൻ, എന്നോട് ആയിരിക്കുക. θ/n ആണ് പറയാം. അപ്പോൾ ഇവിടെ 3 ആണ്. അപ്പോൾ 147 56 50 സെക്കൻഡ് എന്നുള്ളതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. അതാണ് നമ്മളെ ഒരു വേരിയേഷൻ ഒരു ഡിഗ്രി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച പിന്നെ ഇത് ചെയ്തത് ഫേസ് ലെഫ്റ്റിലാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ചെയ്ത റിപ്പീറ്റേഷൻ മെത്തേഡ് ചെയ്ത് ഫേസ് ലെഫ്റ്റിൽ. ഇപ്പം നമുക്ക് ഈ 3നെ അതായത് റിപ്പീറ്റേഷനെ കൊണ്ട് ഇതിനെ കിട്ടിയിരിക്കുന്ന വാല്യൂവിനെ 3 കൊണ്ട് ഹരിച്ചപ്പോൾ കിട്ടിയൊരു വാല്യൂ ഇവിടെ ഉണ്ടാവും. ഇത് ഫേസ് ലെഫ്റ്റ്. വീണ്ടും നമ്മൾ ഇതിനെന്ത് ചെയ്യുന്നു? ഫേസ് റൈറ്റ് ആക്കുന്നു. ട്രാൻസിറ്റ് സിങ് അങ്ങനെ ചെയ്യുമ്പോൾ രണ്ടാമത്തത് ഇതന്നെയാണിത്. ഞാനിത് വേറൊരു കാര്യത്തിന് വേണ്ടി വരച്ചതാണ്. അപ്പോൾ ഇതേമാതിരി ഫേസ് റൈറ്റിൽ ഇതേമാതിരി ചെയ്യാം. അപ്പോഴും നിങ്ങൾക്കൊരു ഇതാണ്ടോ കിട്ടും. നമ്മൾ ഫേസ് റൈറ്റിൽ സിങ് ചെയ്ത് കാണിച്ചാണ് ആരോ ഇതേ തന്നെ ഇതേ റീഡിങ് ഫേസ് റൈറ്റിലും ചെയ്യാം. അതിൽ ഇതേമാതിരി നമ്പർ ഓഫ് റിപ്പീറ്റേഷനും കൂടെ ഹരിച്ചിട്ട് ഇവിടെ ഒരു വാല്യൂ കിട്ടും. ഇതിൻ്റെ ആവറേജ് ആയിരിക്കും നമ്മളെ എക്സാക്റ്റ്. അപ്പോൾ നമ്പർ ഓഫ് റിപ്പീറ്റേഷൻ നമ്മളിതിൽ 3 ആണ്, 4 ആവാം 6 ആവാം ഡിപ്പെൻഡിങ് അപ്പോൺ ദ അക്യുറസി ഓഫ് വർക്കിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് കേട്ടോ. 6 പ്രാവശ്യം ചെയ്താൽ 6 കൊണ്ടായിരിക്കും അപ്പോൾ ഒരു വാല്യൂ കിട്ടും. ഓക്കെ, ഈ രീതിയിലാണ് നമ്മൾ റിപ്പീറ്റേഷൻ മെത്തേഡ്. വളരെ എളുപ്പമല്ലേ മെത്തേഡ്? അപ്പോൾ ഇത് ഇങ്ങനെയാണ് റിപ്പീറ്റേഷൻ മെത്തേഡ്. ഇനി നമുക്ക് ഒന്നും കൂടെ ഉണ്ട്. ഇതിനൊരു ടാബുലർ ഫോം ഉണ്ട് കേട്ടോ, അവസാനം കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ എഴുതുമ്പോൾ അത് എങ്ങനെയൊക്കെ എഴുതിയൊക്കെ ഇവിടെ കുറേ റിപ്പീറ്റേഷൻ അവിടെ 3 കൊണ്ടായിരിക്കണം. പുറത്ത് കഴിഞ്ഞാൽ ഫേസ് ലെഫ്റ്റ് A B C D എക്സെട്ര അങ്ങനെ വരുമ്പോൾ ആ കൺഫ്യൂഷൻ. അപ്പോൾ നമുക്ക് അതിൻ്റെ ടാബുലർ ഫോം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട, ക്ലിയർ ആക്കാം.
ഇനി നമുക്ക് ഒരു മെത്തേഡ് കൂടി പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതിന്റെ അഡ്വാൻറ്റേജ് ഒക്കെ ഉണ്ട് കേട്ടോ. ഞാനതിങ്ങനെ റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ. നിങ്ങൾക്ക് പറഞ്ഞെന്നാണ് ഏതാണ് അതിൽ വരുന്ന എറർ ഡ്യൂ ടു എന്തൊക്കെ ഇംപെർഫെക്റ്റ് ഗ്രാജുവേഷൻസ് മിനിമൈസ് ചെയ്യും. മറ്റത് നിങ്ങളിത് വായിച്ചു പോകുക കേട്ടോ. ഇതിന് ഞാൻ സമയം കളയുന്നില്ല. നിങ്ങൾക്ക് വായിക്കാവുന്നേ ഉള്ളൂ, മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. കാരണം ഞാൻ പറഞ്ഞെന്നാണ് പെർമനന്റ് സിസ്റ്റമിലെ ഇൻസ്ട്രുമെന്റൽ എറർ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. പിന്നെ കുറച്ച് പോയിന്റ്സ് ടു ബി റിമെമ്പർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കയറ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അതിപ്പോൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല. പേജ് ലെഫ്റ്റ് പേജ് റൈറ്റ് എടുക്കുമ്പോൾ മറ്റുള്ള കാര്യങ്ങളാണ് അത് റിപ്പീറ്റ് ചെയ്ത്. ഇപ്പം ഇത് കണ്ടോ, ഇത് ആ കാൽക്കുലേഷനാണ്. ആംഗിൾ 147, 56, 50 കിട്ടി. അതിന് 3 കൊണ്ട് ഹരിച്ചു. അപ്പോൾ ഒരു ആംഗിൾ ഇത്ര കിട്ടി. മനസ്സിലായി? അപ്പോൾ ഇതൊരു എക്സാമ്പിൾ കൊടുത്താണ്. വേണമെങ്കിൽ നോക്കുക. ഞാൻ പറഞ്ഞാൽ മനസ്സിലായ അത് തന്നെ. വേറെ രണ്ടാമത്തെ പേജ് ലെഫ്റ്റ് പേജ് റൈറ്റ് റീഡിങ് ആണ്. ഇത് കിട്ടി. ഇതിന്റെ രണ്ടിന്റെ ആവറേജ് ഇതുണ്ടോ, നമ്മൾ നേരത്തെ കാണിച്ച ഈ ഇവിടെ കിട്ടിയ റീഡിങ്ങും ഈ റീഡിങ് 49, 18 ഇത് രണ്ടിന്റെ ആവറേജ് ആണ് എൻ്റെ എക്സാക്ട് ഇത്. അത്രേ ഉള്ളൂ. അത് വേണമെങ്കിൽ ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ തിയോളൈറ്റ് മെഷറിംഗ് ഹൊറിസോണ്ടൽ ആംഗിൾ റീഇറ്ററേഷൻ മെത്തേഡ് എന്നാണ്. ഈ ഒരു മെത്തേഡ് കൂടി നമ്മൾ നോക്കാം, എന്നിട്ട് പിന്നെ ബാക്കി പറയാം. അപ്പോൾ ആ റീഇറ്ററേഷൻ മെത്തേഡ് ഞാൻ ഇതിലില്ലാത്തതാണ്, പക്ഷെ ഫിഗർ ഇല്ല. ഞാൻ ഇപ്പോൾ തൽക്കാലം ഇതിൽ വരച്ചതാണ്. ഈ മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നത് എവിടെ വെച്ചാൽ ഒരു പോയിന്റിൽ നിന്ന് ഒരുപാട് ആംഗിൾ മെഷർ ചെയ്യുക. ഇതൊക്കെ നമ്മൾ കോണ്ടൂറിങ്ങിനൊക്കെ ആവശ്യം വരും. ഈ കോണ്ടൂറിങ്ങിനൊക്കെ നമ്മൾ തിയോളൈറ്റ് ചെയ്തിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഈ ആംഗിൾ ഇത് നമുക്ക് ആവശ്യം വരുന്നുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ O എന്നാണ് സ്റ്റേഷണൽ ഇൻസ്ട്രുമെന്റ് ഫിക്സ് ചെയ്യുക. P, Q, R, S ഇതൊക്കെ റേഡിയലായിട്ട് നമ്മൾ കുറേ ലൈൻസ് എടുക്കുകയാണ്. ഇതിൻ്റെയൊക്കെ ഈ ഓരോരോ റേഡിയലിൻ്റെ ആംഗിൾ ഓരോന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആംഗിൾ ഇതാണ്, രണ്ടാമത്തേൻ്റെ ഇതാണ്, മൂന്നാമത്തേൻ്റെ ഇതാണ്, നാലാമത്തേൻ്റെ ഇതാണ്. ഈ രീതിയിൽ നമുക്ക് എന്നിട്ട് ഓരോന്നിൻ്റെ ആംഗിൾ ഇതിൻ്റെയൊക്കെ ഓരോന്നിൻ്റെ ആംഗിൾ അറിഞ്ഞിട്ട് കോണ്ടൂറിങ്ങിനൊക്കെ എല്ലാം ആവശ്യം വരുന്നുണ്ട് ഈ കേസുകൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പിന്നെ എന്താണ് പറഞ്ഞത് റീഇറ്ററേഷൻ മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാം. അന്ന് എന്താ കാരണം, ഒരു ഇൻസ്ട്രുമെന്റ് സെഷനിന് കുറേ ആംഗിൾ തന്നെ മെഷർ ചെയ്യാം റിപ്പീറ്റ് ചെയ്തിട്ട്. അപ്പോൾ ഇതെന്താ ചെയ്യാന്നുള്ളത് ഞാൻ പോയിന്റിലേക്കൊന്നും പോകുന്നില്ല. നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇവിടുന്ന് പെട്ടെന്നാണ് പറഞ്ഞാൽ വലിയ എക്സ്പ്ലനേഷൻ ഒന്നും ഇല്ലാതെ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. ഇതിലൊന്നും ചെയ്യാനുള്ള ഇൻസ്ട്രുമെന്റ് നമ്മളിവിടെ കൊണ്ടുപോയി വെച്ചു. നമുക്ക് P, Q, R, S, T ഇങ്ങനെ പോകുന്നു. ഞാനിപ്പോൾ T വരെ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഓരോന്നിൻ്റെ ആംഗിൾ നമുക്ക് അറിയണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുക എന്താ ചെയ്യുക, ഇവിടെ ഫിക്സ് ചെയ്യും ഇൻസ്ട്രുമെന്റ്. എന്നിട്ട് നമ്മൾ പറഞ്ഞ ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യും. 0ൽ കോയിൻസൈഡ് ചെയ്യും. Pയിലേക്ക് സെറ്റ് ചെയ്യും. Pയിലേക്ക് സെറ്റ് ചെയ്തതിന് ശേഷം പിന്നെ അപ്പർ ക്ലാമ്പ് തിരിക്കുക. ഒന്നും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. തിരിച്ചിട്ട് Qയിലേക്ക് നോക്കും. അപ്പോൾ ഈ ആംഗിൾ നമുക്ക് കിട്ടി. മനസ്സിലായില്ലേ? ഈ ആംഗിൾ കിട്ടി. ദെൻ രണ്ടാമത്തെ ഇതിലേക്ക് തിരിക്കുക. ഇത് കിട്ടി, ഇത് കിട്ടി, ഇത് കിട്ടി. ഇങ്ങനെ ഓരോന്നിലും നമ്മൾ കണ്ടുപിടിക്കുക ചെയ്യാം. ഇനി ഓരോന്നിലും നമുക്ക് കണ്ടുപിടിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതിയാവും, പിന്നെ ഏതെങ്കിലും സെപ്പറേറ്റ് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്ന് ഓരോന്നാണ് മൈനസ് ചെയ്ത്. അപ്പോൾ ഇതിൻ്റെ കിട്ടണമെന്ന് വെച്ചാൽ ഇവിടെ തൊട്ട് ഇതുവരെയുള്ള ഇത് മൈനസ് ചെയ്താൽ മതിയാവും. ഇവിടുന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ തൊട്ട് ഇതിൻ്റെ ഓരോന്നിൻ്റെയും നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇതിന്ന് ഓരോന്നിൻ്റെ ആംഗിൾ നമുക്ക് ഇതിന്ന് ഓരോന്നൊന്നും മൈനസ് ചെയ്താൽ കിട്ടും. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ എയും ബിയും വേണം, ഓരോന്നിൻ്റെയും കണ്ടുപിടിക്കണം. പിന്നെ അത് അവസാനം പിന്നെ നമ്മളെവിടെ ചെന്നിട്ട് വരിക, പിന്നെ 360 Pയിൽ തന്നെ. ഇപ്പോൾ ഫുൾ റൊട്ടേഷൻ കഴിഞ്ഞ് നമ്മൾ Pയിലേക്ക് തന്നെ വരും. Pയിലേക്ക് തന്നെ വരുമ്പോൾ അത് എത്ര വരിക, 360 വരും. ശരിക്കും 360 കിട്ടണം. അപ്പോൾ അതിൽ എന്തെങ്കിലും എറർ വരിക എന്ന് വെച്ചാൽ വലിയ എററാണെങ്കിൽ നമ്മൾ രണ്ടാമത് റിപ്പീറ്റ് വീണ്ടും ഇത് ചെയ്യണം. അല്ലെങ്കിൽ പിന്നെ ചെറിയ എററാണെങ്കിൽ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് ഒഴിവാക്കാം. അപ്പോൾ അത്രയാണ് ഇപ്പോൾ ഇതിലുള്ളത്. പിന്നെ മറ്റുള്ള മൊത്തം ആംഗിൾ നമ്മൾ ഒരു ഇൻസ്ട്രുമെന്റ് സ്റ്റേഷനിൽ നിന്ന് ഇങ്ങനെ മെഷർ ചെയ്ത് പോരാം. മറ്റുള്ളതൊക്കെ നമ്മൾ ഒന്നൊന്ന് മൈനസ് ചെയ്താൽ മറ്റത് നമുക്ക് ഏത് ആംഗിളും നമുക്ക് ഇതൊന്ന് കണ്ടുപിടിക്കാൻ കഴിയും. ആ രീതിയിൽ ഫേസ് ലെഫ്റ്റും ഫേസ് റൈറ്റും റീഡിങ് നമ്മൾ കണ്ടുപിടിക്കും. ഇതാണ് റീഇറ്ററേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞത്. സിമ്പിളാണ്, വളരെ ഇതായിട്ടുള്ളൊരു മെത്തേഡാണ്. അപ്പോൾ അത് പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജും ഇതും നിങ്ങളതിൽ വായിച്ച് നോക്കിക്കോളൂ കേട്ടോ. അത് ഞാൻ ഓരോന്നും പോയിന്റ്സും പറയുന്നില്ല. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ ഓർഡിനറി മെത്തേഡിൻ്റെയാണ്. ഇതിലുണ്ട് കുറച്ച് പോയിന്റ്സ് ബി റിമെമ്പർ എന്നുണ്ട്. മീൻ ആംഗിൾ ചെക്ക് ചെയ്യാനുള്ള ഒറിസോൺ എന്നുള്ള ഉദ്ദേശിക്കുന്നത് 360 ഡിഗ്രി ചെന്ന് നമ്മൾ കോയിൻസൈഡ് ചെയ്യുന്ന കേട്ടോ. അങ്ങനെയാണ് ഒറിസോൺ എന്ന് പറഞ്ഞാൽ. ആ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എന്നിട്ട് അതിന് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒബ്സർവേഷൻസ്. മറ്റുള്ള കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട് തോന്നുന്നു. ഡിറ്റർമിൻ ഓരോരോ ആംഗിൾ ഡിഡക്റ്റിംഗ് PQR ഫ്രം POQR അതിൽ പറയുന്നുണ്ട്. നിങ്ങളൊന്ന് നോക്കിയാൽ മതി. എത്രയുള്ളത്. ഇനി വെർട്ടിക്കൽ ആംഗിൾ ആണ് മെഷർ ചെയ്യാനുള്ളത്.
അത് നമുക്ക് പിന്നെ അതിൻ്റെ മുമ്പായിട്ട് ഞാനൊരു ഒരു ഫോർമാറ്റ് ഒന്ന് കാണിച്ചു തരാം. പിന്നെ ഇതിൻ്റെ ഒരു ഫോർമാറ്റ് ഉണ്ട്, എങ്ങനെ നിങ്ങൾ ഈ വെർട്ടിക്കൽ ആംഗിൾ വളരെ എളുപ്പമാണ്, ഇതിന് വേണ്ടതുണ്ടോ, അതാണ് ഒരു ഫോർമാറ്റ്. അപ്പോൾ ഈ ഫോർമാറ്റ് ചെറുതായി കാണുമ്പോൾ ഇൻസ്ട്രുമെന്റ് ശേഷം സൈറ്റ് ടു എങ്ങോട്ട് സൈറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഫേസ് ലെഫ്റ്റ് റീഡിങ്ങിന് ഒരു കോളാണ് കേട്ടോ, ഇതുവരെ ഫേസ് ലെഫ്റ്റ് റീഡിങ്ങിൻ്റെ കോളാണ്. അപ്പോൾ ഫേസ് ലെഫ്റ്റ് തന്നെ ഞങ്ങൾ എടുക്കുമ്പോൾ 2 വെർനിയർ ഉണ്ടാവും, എയും ബിയും. ഈ എയും ബിയും റീഡിങ് ഇതിൽ എഴുതും, അതിൻ്റെ ആവറേജ് മീൻ ഇതിൽ എഴുതും. നമ്പർ ഓഫ് റിപ്പീറ്റ്, ഇതിപ്പോൾ റിപ്പീറ്റേഷൻ്റെ ഒരു ഫോർമാറ്റാണ്. റിപ്പീറ്റേഷൻ എത്ര റിപ്പീറ്റേഷൻ, 3 ആണെങ്കിൽ 3 എഴുതുന്നതിൽ, 6 ആണെങ്കിൽ 6 എഴുതും. എന്നിട്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മളിതിൽ എഴുതും എത്ര വെച്ചാൽ. അപ്പോൾ ഇത് ഫേസ് ലെഫ്റ്റാണ്, ഇത് ഫേസ് റൈറ്റ്. ലെഫ്റ്റ് സിങ് എന്നല്ലേ, മറ്റേത് ഫേസ് ഇതായിരിക്കുന്നുണ്ടാവും. പിന്നെ നമ്പർ ഓഫ് റിപ്പീറ്റേഷൻസ്, ഹൊറിസോണ്ടൽ ആംഗിൾ, ആവറേജ് ഹൊറിസോണ്ടൽ ആംഗിൾ. നമ്മൾ ചെയ്തതെല്ലാം കൂടെ ഒരു ടാബുലർ ഫോമിലേക്ക് ആക്കുക. ഇത് മെഷർമെന്റ് ഓഫ് വെർട്ടിക്കൽ ആംഗിൾ, അത് നമ്മൾ എടുത്തിട്ടില്ലല്ലോ, അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഫോർമാറ്റ് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ നമുക്കുള്ളത് വെർട്ടിക്കൽ ആംഗിളാണ്. അപ്പോൾ ഈ വെർട്ടിക്കൽ ആംഗിൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.